വിവാഹാലോചനകൾ അർജന്റായി ക്ഷണിച്ചുകൊള്ളുന്നു. ഓക്കെ. ഈ അർജന്റായിട്ട് എന്നുള്ളത് വേണോ? എടോ, എനിക്ക് അർജന്റായിട്ട് ഒരു കല്യാണം വേണോ? പറയുന്നതാണ് ചെയ്താൽ മതി. എന്നാ അതിന്റെ കൂടെ പാർട്ടിന്റെ ചിഹ്നം കൂടി എടോ, ഞാൻ കുറച്ച് സിംപിൾസിറ്റി അവതരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. ഇതെന്താടാ ഇത്? ഇത് ഇന്നലെ ചെറിയൊരു നോർത്ത് കൊറിയ സാധനം പരീക്ഷിച്ച ചേച്ചി. നോർത്ത് കൊറിയൻ സാധനം. വേറെ എന്തെങ്കിലും കയ്യിലുണ്ടാ? ഒന്നുമില്ല ചേച്ചി. പിന്നെന്താ? പോക്കറ്റിലെന്താ? പോക്കറ്റിലെന്താ? കൈ മാറ്റടാ. കൈ മാറ്റാൻ. ഇതെന്താടാ ഇത്? അതൊരു ഓലപ്പടക്കല്ലേ ചേച്ചി. കരച്ചിലെടുത്തടാ. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ മാതിരി പൊട്ടണ സാധനം കൂടി ഇതിനകത്ത് കയറായിരുന്നു. പറഞ്ഞിട്ടുണ്ടോ? പോടാ, പോയി കളഞ്ഞിട്ട് പോടാ. പോടാ, പോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? കേരളകുമാരന്റെ ബ്രാക്കറ്റിൽ കേക്കേന്ന് ഇത്. ഇങ്ങനെയുണ്ട്. നന്നായിട്ടുണ്ട്. അയ്യോ ഓടിക്കോ! അത് ശരി, നിങ്ങളുടെ തിരക്കാക്കിലെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചൂടെ സെറ്റ് ആയിരിക്കുന്നു. ഗിരി അവിടെ ഗിരിയേട്ടൻ വന്നോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അത് പോണോ? ആ എടുക്ക് ചേച്ചിയെ. ഇതെങ്ങനുണ്ട്? നന്നായിണ്ട്. പ്രാവശ്യം ശരിയാവുന്നാണ് എൻ്റെ വിചാരം. നല്ലതാണ് ആ വിചാരം. അതെ, ഈ വാങ്ങിക്കുന്നൊക്കെ എപ്പോ തിരിച്ചു തരാനാ പ്ലാൻ? വെറുപ്പിക്കലടി, ഞാൻ തരാം. ഈ ചോദിക്കുമ്പോ എടുത്തു തരുന്നതേ കല്യാണത്തിന് വെച്ചിരിക്കുന്ന കാശാണ്. അങ്ങനെ നിന്റെ കല്യാണം മുടങ്ങി പോകണം ഞാൻ കിട്ടിയാ പോരെ? എടാ, ഈ നാളെങ്കിലും പണിക്കാളെ വിടുവോ? എനിക്കിത് ഇവിടുന്ന് ഏറ്റു വാങ്ങിയാൽ പോരേനു. 5 ലക്ഷം തന്നാൽ മതിയാ, പെട്ടെന്ന് വിടുന്ന് പറഞ്ഞാൽ വിടാ. അമ്മേ, ദേ അച്ഛൻ. ഗിരി, നീ ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പം ഉണ്ടായതാരോടും പറയാൻ നിൽക്കണ്ട. അങ്ങനെ പറഞ്ഞു ഇത്ര നേരായെന്ന് കാത്തിക്കന്. ഞാൻ പെണ്ണ് വേറെ ആരെയും കെട്ടിപ്പോയിണ്ടാവും. വണ്ടി പൈസ കൊടുക്കണ്ടല്ലോ. ഒരു മിനിറ്റ്. ഇനി ഒരു മിനിറ്റോ? എനിക്ക് വല്ലാണ്ട് ചിരിക്കല്ലോ. എനിക്കത് തമാശയായിട്ട് തോന്നില്ല. ഇതെന്താ ഗിരിയേട്ടാ ഇത്? അതേതാ കമ്പൈമിലാറ്റം കൊളുത്തിയതാ. ഞാനല്ല, ഇന്ന് സജിയ കൂടെ പോണ്ട്. ഗിരിനെ ഇങ്ങനെ ഒറ്റക്ക് വിടരുന്ന് പറഞ്ഞിട്ടല്ലേ? സജി അല്ലെങ്കിൽ കേക്ക് കൂടെ പോണെന്നല്ലേ പാർട്ടിയുടെ നിർദ്ദേശം? വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഓനെ ഇങ്ങനെ വെറുതെ ചീത്ത പറയണ്ട. കൈ പൊള്ളിയോണ്ട് ഞാനാ പറഞ്ഞു പോയി ഡോക്ടറെ കണ്ടിട്ട് വരാം. എവിടെ നോക്കട്ടെ. ചേട്ടാ, എന്റെ മുതലാളി ഇവിടെ ഉണ്ടോ? ആ മുതലാളി, നമ്മുടെ സൈറ്റിലെ പണിയുടെ വർക്ക് സൈഡിലെ കാര്യങ്ങളൊക്കെ ഞാൻ ആടെ വന്നിട്ട് പറയാ. നീ എന്താ ഇവിടെ? ആ സൈറ്റിൽ ഞാൻ ഇനി പോകുന്നില്ല മുതലാളി, പോകുന്നില്ല. എന്താ? രാവിലെ എണീക്കണം, കുളിക്കണം, പല്ല് തേക്കണം, ഇതൊക്കെ എനിക്ക് അലർജിയാണ്. ഞാനേ ചോട്ടുക്കൂനെ കൂടി വിളിക്കട്ടെ. ചോട്ടൂനെ കൂട്ടി പോകാൻ പറ്റിയൊരു വർക്കല്ല അത്. നീ ഒറ്റയ്ക്ക് ചെയ്താൽ മതി. മുതലാളി 2-3 മാസത്തെ പൈസ എനിക്ക് ബാലൻസ് ഉണ്ട്. പൈസ തേതോ, പൈസ എടുക്ക്. നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൈസ വാങ്ങണ്ടല്ലോ. എന്താണ് മുതലാളി, 3 മാസത്തെ പൈസ ആണ് എനിക്ക് ബാലൻസ്. ബാക്കി തേതോ.
ഏടാ 3 മാസത്തെ പൈസ ഞാൻ കേരളത്തിലേക്ക് അയച്ചില്ലേ. അവിടെ പൈസ നെയ്യായ ട്രെയിന് കയറി അവിടെ എത്തണ്ടേ. വാടോ ശരിട്ടാ. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് മാക്സിമം കോൺഫിഡൻസ് കൊടുത്തിട്ടുണ്ട്. പെർഫോമൻസിലേ ബംഗാളിനെ പറ്റിച്ചില്ല മുതലാളി. അതെന്ത് പറഞ്ഞാലും എന്താടാ അവിടെ? ഇതെന്തായിട്ട് കിണറ്റുകരയിൽ ആൾക്കൂട്ടം? കിണറാന്നുള്ള മനസ്സിലാവില്ലല്ലോ. കിണറാണ് നീ കാണാൻ വന്ന പണ്ട് കിണറ്റി ചാടിയോ? ഇനി എന്റെ ഫോട്ടോ അങ്ങനെ ആ കുട്ടി നേരത്തെ കണ്ടോ? ഒന്നുമില്ല. ഇറങ്ങിറങ്ങൊന്ന് പോയോ. മോളെ നീ അച്ഛൻ ഒന്നും മതി. എന്താ ഇവിടെ ഉണ്ടോ? എന്താ മോളിക്കുട്ടി പിടി. അത് കൂടെ ഇല്ലേ മോൾ ഉറങ്ങാൻ കൂടി ഇല്ല. അച്ഛയില് കേറി കളഞ്ഞ് നല്ലോണം പിടിക്കാനില്ലേ? ഏടാ നോക്കി ഇപ്പല്ലേ മതിലിൽ പിടിച്ചോ. പെർഫോമൻസ് നല്ല ബംഗാളി അല്ല അച്ഛാ. അതൊക്കെ എന്തേ കൊടുക്കും. പണി പാളിടാ. आपने अच्छा काम किया भाई. ये लो കിട്ടുമ്പോ കിട്ടും വാങ്ങിക്കോ. പക്കടോ ഭായ്. എന്റെ പെർഫോമൻസ് അടിപൊളിയായിനി. അപ്പൊ ശരി, കുറച്ച് പണികളുണ്ട്, ഞങ്ങൾ കൊണ്ടുപോവാട്ടോ. ബംഗാളി തരാ ഞാൻ അടക്കം. നല്ല ബംഗാളി. ഈ കഴിഞ്ഞ ഇലക്ഷനിൽ 14-ാം വാർഡിലെ 36-42 ബൂത്ത് നമ്പറുകളിൽ പാർട്ടിയുടെ ഉറച്ച 8 വോട്ടുകൾ ആരോ മാറ്റി ചെയ്തിട്ടുണ്ട്. അത് ആരാണെന്നും എന്തുകൊണ്ടാണെന്നും പാർട്ടി ഗൗരവമായി പരിശോധിക്കേണ്ടതാണ്. ഇക്കാര്യത്തിൽ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ വേണ്ടതുണ്ട്. അത് പിന്നെ സഖാവ് അവിടെ ഇരിക്ക്. പാർട്ടിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ഈടെ ചർച്ച ചെയ്യണം, അല്ലാണ്ട് വോട്ട് മാറ്റി ചെയ്യല്ല വേണ്ടത്. അങ്ങനെയാണ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചെറുപ്പക്കാരെ പാർട്ടിയിൽ പിടിച്ചു നിർത്തണമെങ്കിൽ ഓരോ പ്രശ്നങ്ങൾ പാർട്ടിയിൽ ചർച്ച ചെയ്യണം. ഇന്നെപ്പോലെ കല്യാണം കഴിക്കാൻ പെണ്ണും കിട്ടാത്ത ചെറുപ്പക്കാരുടെ നീർന്ന പ്രശ്നങ്ങളിൽ പാർട്ടി ഇടപെടണം. ഒരു കമ്മ്യൂണിസ്റ്റ് മാട്രിമോണി തന്നെ ഉണ്ടാക്കണം. അല്ലെങ്കിൽ ചൈനന്നോ കൊറിയെന്നോ പെണ്ണുങ്ങൾ ഇറക്കണം. അങ്ങനെയാണെങ്കിൽ പട്ടായെന്ന് കുറച്ച് പിള്ളേരൊക്കെ മസാജിങ് നടക്കല്ലോ. സഖാ തൽക്കാലം അവിടെ ഇരിക്കുക. ഈടെ പെണ്ണ് കെട്ടിയൊരു പ്രശ്നം ആയി തീരുമാനമാവട്ടെ കേട്ടാ. ഈ പരിപ്പോടൊക്കൊന്നും പണ്ടത്തെ പോലത്തെ ടേസ്റ്റ് ഇല്ലല്ലേ? അപ്പോഴേ ഇപ്രാവശ്യത്തെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നാളെ പയ്യന്നൂർ നടക്കുന്ന പാർട്ടി മീറ്റിംഗ് പങ്കെടുക്കാനായിട്ട് ഞങ്ങൾ രണ്ടുപേർ പോകുന്നുണ്ട്. ഇവിടെ ദിനേശ് മാഷും കൂടെ പോട്ടെ, ഏതെങ്കിലും എഴുത്തുകൂത്തിനൊക്കെ വേണ്ടിയിട്ടേ. അല്ല, ദിനേശൻ പോയാലെങ്ങനെയാ? അപ്പൊ നാളെ എസ് എൻ കോളേജിലെ NSS കുട്ടികൾ വരുമ്പോൾ ഓരോ കാര്യം നോക്കും. തൽക്കാലം ഇന്ത്യൻ മാനേജ് ചെയ്യ്. ഗിരി സജ്ജക്കണ്ടല്ലേ ഇവിടെ. എന്താ ഗിരി? ആയിക്കോട്ടെ. അപ്പൊ തന്നെ പിരിയാം. അപ്പോൾ ദിനേശ, നാളെ കാണാം. ഇന്നത്തെ മിനിറ്റ്സ് നീ ഇന്ന് നാളെ പാർട്ടി ഓഫീസിൽ വെച്ചേക്ക് കേട്ടാ. നടക്കണം. എടുക്കണോ? ദിനേശേട്ടെങ്കിലും ലേറ്റ് ആയിന് കുറച്ച്. അല്ല, മീറ്റിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിന്? ഇപ്രാവശ്യം ഇവിടെ തന്നെ ആയിരിക്കും. ആണോ? നമ്മുടെ KVG അല്ലേ ട്രഷർ. അപ്പം നമുക്ക് എട്ടയ്ക്ക് പണിയായല്ലോ. ഗിരി അവിടെ വണ്ടി പോണ കണ്ടില്ലല്ലോ. ചിലപ്പോൾ അവനും കേക്ക് കൂടി വർത്താനം പറഞ്ഞിരിക്കും. എനിക്ക് കുറച്ച് പണിയുണ്ടായിട്ട് ഞാനൊക്കെ പോകുന്നില്ല. നിങ്ങൾക്ക് ഞാനൊരു സാധനം കാണിച്ചു തരാം. ഇലക്ട്രിക് ബോംബ് നല്ലല്ലേ? നന്നായിട്ടുണ്ട്. ഇത് പോരാളി ഗ്രൂപ്പിന്റെ നെറ്റിൽ നിന്ന് നോക്കി കണ്ടു പഠിച്ചതാ. എങ്ങനെയുണ്ട്? കണ്ടുപോയാ? ഇതെന്താ പെട്ടെന്നൊരു കറണ്ട് പോക്ക്? ഞാൻ ഇലക്ട്രിക് ബോംബ് അവിടെ ചാർജിൽ വെച്ചിനല്ലോ. ഇനിയിപ്പോൾ അത് വല്ലതാണോ? ഞാനിപ്പോൾ വരാം കേട്ടോ. ശരി എന്നാ.
പോവാം. ആ കുട്ടികളെ അകത്ത് വിരിച്ചിട്ടുണ്ട് കേട്ടാ, വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിന്റെ മോനാ ദിനേശൻ. NSSന്റെ കുട്ടികളാ, ഇന്ദു ഉണ്ടാക്കിയ. ഈ ഇപ്പൊ എങ്ങടെ പോണ്? അവിടെ നിറച്ച് പെൺകുട്ടികളാ. ഈ പുറത്തുനിന്ന് കുളിച്ചാ മതി. തോർത്തി ഞാൻ എടുത്തോണ്ട് വരാം. ഇന്ന് കോലായിൽ കിടക്കേണ്ടി വരും കേട്ടാ. ആ വന്നാ ആ നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ അങ്ങാടി കൂടെ വന്നപ്പോ കണ്ടില്ലല്ലോ. ഞങ്ങൾ അവിടെ സ്കൂളിലുണ്ടായിരുന്നു. ഈ എന്താ ലേറ്റ് ആയത്? നിങ്ങൾ എന്താ ലേറ്റ് ആയ? ഞാൻ ഇപ്പൊ എത്തിയുള്ളൂ. ആ NSSന്റെ പിള്ളേർ പറഞ്ഞ ലേറ്റ് ആയിനടോ. ആൺകുട്ടികളെല്ലാം സ്കൂളിലാക്കി, പെൺകുട്ടികളെല്ലാം 5-6 വെച്ച് സഖാക്കളുടെ വീട്ടിലാക്കിയിട്ടുണ്ട്. ഇവിടെ ഉണ്ട് കുറച്ച് കുട്ടികൾ. എല്ലാം നമ്മുടെ ഇന്ദുവിന്റെ പ്ലാനാ. ആ ഹിന്ദു സഖാവിന്റെ അടുത്ത് കയ്യും കാലും പിടിച്ച് ഞാൻ പറഞ്ഞതാ, ഒരു 5 എന്റെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കുന്നത്. അത് ചെയ്തില്ല. ഞാൻ എന്തായാലും ഇന്ന് ഇവിടെ എവിടെയെങ്കിലും കിടക്കേണ്ടി വരും. ദേ ഫുള്ളയിക്കില്ല ഇവിടെ. പേടി ഉണ്ടെങ്കിൽ ഞാനും കൂടി വരാം. ആർക്ക്? അല്ല ഇവന്. ആ അത്ര പേടിയൊന്നുമില്ല. എന്താ ഇത്ര സ്നേഹം പെട്ടെന്ന്? അല്ലടാ, ഈ ഭാഗത്ത് ഇവിടെ നല്ല കാറ്റാണല്ലോ. ഇവനെ കൂടെ കിടത്തുന്നൊക്കെ കൊള്ളാം. രാത്രി ഒന്ന് സൂക്ഷിച്ചില്ലെങ്കിൽ ചിലപ്പോൾ കോൺക്രീറ്റിങ്ങിന് പോകും. അതായിരിക്കും പേടിയുണ്ട്. കോമഡിയാ. ആ വീഡിയോ കോൾ വരുന്നുണ്ട്, വീഡിയോ കോൾ. NSSന്റെ കുട്ടികൾ വന്നിട്ടുണ്ടല്ലേ? എല്ലാവർക്കും കൂടി ഇവിടെ കിടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലേ കുറച്ചു പേരെ എന്റെ വീട്ടിലേക്ക് വിട്ടോ. അയ്യോ, അത് മാഷ്ക്കൊരു ബുദ്ധിമുട്ടാവൂല. ഇതൊക്കെ ഒരു സന്തോഷല്ലേ? അങ്ങനെയാണെങ്കിൽ സ്കൂളിൽ കുറച്ച് ആൺകുട്ടികളുണ്ട്, ഓരോ മാഷ വീട്ടിലേക്ക് വിടാം. ഫോണിലെ ചാർജ് പോയി. ആൺകുട്ടികളെ എന്റെ വീട്ടിലേക്ക് ചാർജ് ഇല്ലാത്ത ഫോണായിട്ട് ഇറങ്ങുക. എന്നാ ഞാൻ പോട്ടെ. ശരി. അപ്പൊ ഞാൻ ഗിരിനെ കൊണ്ടാക്കിയിട്ട് പെട്ടെന്ന് വരാം. പെട്ടെന്ന് വരണമെന്നില്ല, വരും. പതുക്കെ വന്നാ മതി. അല്ല ഗിരിയെ, മാഷ വീട് ഇങ്ങോട്ടല്ലേ? വെറുതെ ഇരിക്കൊക്കെ. സുഹൃത്തുക്കളെ, ഈ മുഖ്യമന്ത്രി പദം ഞാൻ ആഗ്രഹിച്ചതല്ല, നിങ്ങൾ തന്നു, ഞാൻ കൈ നീട്ടി സ്വീകരിച്ചു. ഇൻക്ലാബ് 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 സിന്ദാബാദ്. എടാ, അർജന്റായിട്ട് തിരുവനന്തപുരത്ത് എത്തണം. വെച്ചിട്ട് പോയപ്പോരെ? ഇൻഡിഗോ ഇപ്പോൾ ലാൻഡ് ചെയ്യും. എവിടെ വാടോ? ഇൻഡിഗോ. ഗോപാലക പാഹി മാം അനീശം രഥമയി. ഗോപാലക പാഹി മാം അനീശം പദരഥമയി. ഗോപാലക പാഹി മാം ഇതിപ്പോ ഏതാ അമ്പലം? അമ്പലത്തിലാണ് ഞാൻ കിടന്നത്. പദരഥമയി. ഗോപാലക പാഹി മാം അനീശം രഥമയി. ഗോപാലക പാഹി മാം അനീശം പദരഥമയി. ഗോപാലക പാഹി മാം അനീശം തവ പദരഥമയി. ഗോപാലക പാഹി. അതമ്മ കുട്ടിയോട് റേഡിയോ വെച്ചതാണേ. മീൻകറി എടുപ്പത്തിരിക്കണ്ട് അമ്മ, അതൊന്ന് നോക്കോ? ഒരു പുതുമ. ആഹാ, നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ. നീ വൈകുന്നേരം ഭജനയും പുഴുക്കൊക്കെ ഉണ്ടാവുകയില്ലേ? എന്റെ ഡ്രസ് നമുക്ക് മനുവിനോട് പറഞ്ഞു. നാളെങ്കിലും നമുക്ക് കുറച്ച് നേരത്തെ ഇറങ്ങണം, ഇന്നത്തെ പോലെ ലേറ്റ് ആയി പോറ്. ശ്രദ്ധിച്ചു പോണേ. അയ്യോ, NSS ക്യാമ്പ് ഉണ്ട്, മറന്നുപോയി. പോട്ടെ, ഞാനുണ്ട്.
പോയണേ. കുട്ടികളൊക്കെ നല്ല വർക്കാണല്ലോ. മിടുക്കന്മാരാ. സൈറ്റിൽ പണിക്കാർ കുറവാ. ക്യാമ്പ് സൈറ്റിലേക്ക് മാറ്റിയാലോ? ഏ? എടാ ദിനേശന്റെ വീട്ടിൽ നിന്ന് ഒരു 5 പെൺകുട്ടികളെ എൻ്റെ വീട്ടിലേക്ക് മാറ്റി. ഇയല്ലേ പറഞ്ഞ പെർഫോമൻസ് പോരാന്ന്. 5 പെമ്പിളേരെടുത്താ? അതല്ല, കുറെ PS എഴുതുമ്പോഴാണല്ലോ ഒരു ജോലി കിട്ടുക. ആ, ഞാൻ ഗിരിയേട്ടനോട് പറയട്ടെ? വേണ്ട, ഞാൻ PS എഴുതുന്നില്ല, എനിക്ക് ജോലി വേണ്ട. പോരെ? എടാ സൈഡ് ഒന്ന് ചെട്ടി വാരി അങ്ങോട്ട് ഇട്ടേ. അവിടെ നിന്ന് ഇങ്ങോട്ട് അടുപ്പിച്ചിട്ട് ഈടെ ഈടെ ഈടെ. ഏടെയാണ് ദിനേശ കാണാനില്ലല്ലോ. എന്റെ നാട്ടിൽ വന്നിട്ട് ഇപ്പോഴാണ് അങ്ങോട്ട് വരുന്നത്. ഇനിയിപ്പോ എന്താ, ഞാൻ അറേഞ്ച് ചെയ്തില്ലേ? എന്തൊക്കെ ഉണ്ടായിരുന്നോണ്ട് കുഴപ്പമില്ല. വാ, നിന്നെ കുട്ടികളെ ഒന്ന് പരിചയപ്പെടുത്താനുണ്ടോ? സ്റ്റുഡൻസ്, ഇന്ന് നിങ്ങൾക്ക് ഞാനൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഇത് ദിനേശ് മാഷ്, നമ്മുടെ കോളേജിലെ പഴയ സ്റ്റുഡൻ്റ് ആയിരുന്നു. നമ്മളിപ്പോൾ ക്യാമ്പ് ചെയ്തിരിക്കുന്ന സ്കൂളിലെ ഹൈസ്കൂൾ അധ്യാപകനാണ്. അങ്ങനെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ മാത്രം പോരാ കേട്ടോ. ഇപ്പം ഏറെ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ജെൻഡർ ന്യൂട്രൽ ഈക്വാലിറ്റി യൂണിഫോമിൻ്റെ കണ്ടുപിടുത്തക്കാരൻ തന്നെ ഇദ്ദേഹം. പിന്നെ കടുത്ത സഖാവാണ്, സഹൃദയനാണ്, ഒപ്പം നല്ല കലാകാരൻ. ഇനിയുള്ള ഒരു 7 ദിവസങ്ങളിൽ മാഷ് നമ്മുടെ കൂടെ ഉണ്ടാവും. ഇതൊക്കെ ഇപ്പം ഈ പറമ്പെന്ന് പറയേണ്ട കാര്യം എന്താ? നിങ്ങൾ പോയി പണിയെടുത്തോ. എന്താ ഇതിലൊന്നും താല്പര്യമില്ലേ? ഇൻട്രസ്റ്റ് എല്ലാം ഉണ്ട്, പക്ഷെ നമ്മളെ കൊണ്ട് പറ്റണ്ടേ. അപ്പോൾ രാവിലെ നമ്മൾ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നല്ലോ. അതിനത് പാട്ടല്ലല്ലോ, പ്രാർത്ഥനയല്ലേ. ആഹാ. പ്രാർത്ഥനയായിരുന്നല്ലേ? ചേച്ചി, ഇനി ഇന്ന് എന്തെങ്കിലും ഹാക്ക് ചെയ്യണ്ടോ? നീ ഇന്നലെ ഹാക്ക് ചെയ്തതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. സംസ്ഥാന കമ്മിറ്റി വരെ എത്തിയിട്ടുണ്ട്. എന്റെ പൊന്നു മോനെ, നീ ഇത് പോളിറ്റ് ബ്യൂറോ വരെ എത്തിക്കല്ലേ? ചേച്ചി നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഇതേ, പിന്നെന്തിനാ എൻ്റെ അടുത്ത് ചൂടാവുന്നത്? ഓക്കെ, ഇനി ആ വാട്സപ്പിലെ മുകളില് വലതുഭാഗത്ത് കാണുന്ന 3 കുത്തില്ലേ, അതിന് ഞെക്ക്. എൻ്റെ ഇതൊരു കുത്തല്ലേ ഉള്ളൂ മോളെ. ഒരു കുത്തോ? ഈ കണ്ണട വെച്ച് നോക്കി, ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഉള്ള കുത്തും കൂടി കാണൂല. ഇനി മുതൽ നമ്മുടെ പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഈ ഫേസ്ബുക്ക്, വാട്സപ്പ് ഇതിലൂടെയൊക്കെ ആയിരിക്കട്ടെ അറിയിക്കുക. അപ്പോൾ നമ്മളെല്ലാവരും പഠിച്ചിരിക്കണം. ഓക്കെ? ആ, ഫേസ്ബുക്കിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ദിനേശൻ മാഷ് പഠിപ്പിച്ചു തരും. എന്താ? നീ പഠിപ്പിക്ക്, നീയല്ലേ അതിൽ എക്സ്പേർട്ട്. ഞാൻ പഠിപ്പിച്ചോളാം മോളെ. ഈ ഓൺലൈനിലുള്ളത് വേറെ ആരും കാണാണ്ടിരിക്കുക എന്തെന്നാ ചെയ്യണ്ടേ? അത് ഓഫ്ലൈൻ ആക്കിയോ, ഞാൻ പഠിപ്പിച്ചു തരാം. രാത്രി കുത്തിരി ഫുൾ ചാറ്റിംഗ് അല്ലേ? ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾ ഓഫ്ലൈൻ ആദ്യം സമയം വേണ്ടിയല്ലോ കേട്ടോ. ഇതാ ഇവിടെ എങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കാം. നീ ഭക്ഷണം കഴിച്ചിട്ടാ കഴിക്കാനോ? അടുത്ത മീറ്റിംഗ് കാണാൻ. ഓ ശരി കേട്ടോ. മറ്റന്നാ അമ്മ നടന്നോ, ഞാൻ വരാം. ശരി ശരി. മീൻചാറ് വേണോ എനിക്ക്? ഷർമോ ഒരു വെറ്റിലേക്ക് എടുത്താ. ഗിരിയെ ഇഷ്ടമാണെങ്കിലേ നമുക്ക് ആ പെണ്ണിനൊന്ന് പോയി നോക്കിയാലോ? ഏത് കുട്ടീനാ? NSSന്റെ ഇതിന് വന്നില്ലേ ആ രേണു. അതെന്താ ഷർമക്ക് ഇഷ്ടമായിട്ടില്ല? എന്റെ ഇഷ്ടപ്പെടാൻ ആര് നോക്കാനാ? ഓന്റെ ഒരു ഇഷ്ടം. അങ്ങനെ ഇപ്പൊ മുറുക്കണ്ട കേട്ടോ. അമ്മയും മോനും കൂടി ഓരോന്ന് ഉണ്ടാക്കി വെക്കും, എന്നിട്ട് എന്നെ ബോധിപ്പിക്കാൻ ഒരു ചോദ്യം കളിക്കുന്നേ കഥകളി. കാര്യല്ലേ?
രേണുകേ രേണുകേ നീരാഗരേണുക്കിനാവിൻ്റെ നീലക്കടമ്പിൽ പിരിയുമ്പോഴേതോ